ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ചക്കക്കുരു കറിയാണ്. തൊലിയെല്ലാം കളഞ്ഞ് ഒരു കുരു എടുത്ത് രണ്ടാക്കി നീളത്തിൽ മുറിച്ചെടുത്ത ശേഷം കഴുകിയെടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വേവിക്കാൻ എടുത്ത കുക്കറിലേക്കിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ ചക്കക്കുരു വേകുന്നത് വരെ 8-9 വിസിൽ വരുന്നത് വരെ വെക്കേണ്ടതാണ്. കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറന്ന് വേവിച്ചെടുത്തതിൽ നിന്നും ഒരല്പം മാത്രം അതിൽ തന്നെ വെച്ച് ബാക്കിയുള്ളതെല്ലാം എടുത്ത് അധികം പ്രസ് ചെയ്യാതെ 1/4 ഭാഗം ഉടച്ചെടുക്കേണ്ടതാണ്. നോക്കൂ, ഇതിപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളുള്ള രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വേവിച്ചെടുത്തതെല്ലാം വേറെ പാനിലേക്ക് മാറ്റുകയാണ്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. വേവിച്ചെടുക്കുന്നതിൽ നിന്നും ഒരല്പം മാത്രമേ ഇതിൽ ഞാൻ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഉടച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളകാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 4 വറ്റൽമുളക് മുറിച്ചതിട്ട് ഇതിലേക്ക് എരിവ് പിടിക്കുന്നത് വരെ നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ കുറുക്കിയെടുക്കാം. വറ്റൽമുളക് ഇട്ട് കഴിഞ്ഞാൽ അധിക നേരം തിളപ്പിക്കാതെ നിറവ്യത്യാസം വരുന്നതിൻ്റെ മുമ്പ് തന്നെ കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർക്കേണ്ടതാണ്. തണഞ്ഞു വരുമ്പോൾ ഒരല്പം കുറുകി വരും, അതിനനുസരിച്ച് തിളപ്പിച്ചെടുക്കേണ്ടതാണ്. നല്ലതുപോലെ തിളച്ച ശേഷം എടുക്കാവുന്നതാണ്. ചക്കക്കുരു നന്നാക്കി എടുക്കുന്ന പ്രയാസം മാത്രമേ ഉള്ളൂ. കറി നല്ല ടേസ്റ്റാണ്. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സപ്പോർട്ടും തന്ന് കൂടെ നിൽക്കണേ. പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.